Welcome back. So the reason I'm breaking it into two is the video into two parts is because maybe you won't be able to complete it in 1 hour, and also it's very difficult to upload a longer video. All right. So yes, we were talking about the poem, and I gave you a brief overview of the entire poem. All right. Now let's go back once more and look at the words that we need to focus on. Okay, there are certain words, certain things that we need to carefully analyze. All right, now the first line itself, okay, if you look at that, Kashmir shrinks into my mailbox. Okay, now here the idea when you see the word shrinks is that shrinks. Why? Because firstly, the postcard is a very, very small replica of his hometown. Okay, and also when he receives this postcard with the Kashmir landscape on it, okay, Kashmir is grand, it is beautiful, it is splendor, okay, and all of that is reduced to the small postcard. So maybe he's feeling that this is not enough to describe my home. All right, he's feeling a little forlorn by that. Okay, and at the same time he feels geographically very, very distant. He is very far away from his place. So obviously ഒരു കാര്യം ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും. അത് അങ്ങനെ മൾട്ടിപ്പിൾ മീനിങ്സ് ആണ് ആ ഷ്രിങ്സ് എന്ന വേർഡിൽ അവിടെ ഉള്ളത്. Okay, now second word that I want to concentrate on is my home, a neat 4 by 6 inches. Okay, now why home? Home and the word is important here. Why? Because home is a place where we live, right? Home is somewhere that we live. My drawing is very bad. Please, I apologize for that. So home is a place that we live in. All right? നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്. എന്നാൽ നമ്മൾ പോസ്റ്റ് കാർഡ് അയക്കുന്ന എപ്പോഴാണ്? When we travel somewhere. പുതിയൊരു സ്ഥലം കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഞാനിവിടെ എത്തി എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് പോയി പക്ഷെ ബാക്കിയുള്ളവർക്ക് ആ സ്ഥലം പോകാൻ പറ്റിയില്ല, സോ ലെറ്റ് ദം ഹാവ് എ പീസ് ഓഫ് ദിസ് പ്ലേസ് വിത്ത് ദം എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് കാർഡ് അയക്കുന്നത്. Okay, but he is receiving a postcard from his home. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയ അവസ്ഥ എന്താണ്? That even though he calls Kashmir his home, it is not the place that he is living in. He is distant from it. He is removed from that place, and he is so removed that he has to receive a postcard from there. അവിടുന്ന് ഒരു പോസ്റ്റ് കാർഡ് അയച്ചിട്ട് വേണം ആ വീടിനെ അല്ലെങ്കിൽ ആ നാടിനെ കുറിച്ച് ഓർക്കാൻ. Right, so that shows our distance between the poet and his home ആണ് നമുക്ക് ആ വേർഡ്സിൽ കാണാൻ പറ്റുന്നത്. അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. Alright, നെക്സ്റ്റ് ലൈനിൽ വരുന്ന ആ വേർഡ് ആണ് നീറ്റ്നെസ്. Alright, neatness എന്താണ്? Yes, one more thing about home is that എന്താ അയാൾക്ക് ശരിക്കും പോകാൻ സാധിക്കില്ല. ഇനി അവിടെ അയാൾക്ക് റിട്ടേൺ ചെയ്യാൻ പാടാണ്. പക്ഷെ പോകാൻ പറ്റുന്നതിന് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, അതിന് പകരമായിട്ട് ഹി ഈസ് ഗെറ്റിംഗ് ദിസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് എ പോസ്റ്റ് കാർഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് മിക്സ്ഡ് ഫീലിങ്സ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഈ ആദ്യത്തെ 4 ലൈൻ നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾ വെരി ഡിസ്റ്റന്റ്, വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻസ് ആണ്. പക്ഷെ എന്നാൽ ഫ്രം ദ 5th ലൈൻ ഓൺവേർഡ്സ് ഇറ്റ് ഗെറ്റ്സ് മോർ പേഴ്സണൽ, ഇറ്റ് ഗെറ്റ്സ് മോർ ഇമോഷണൽ. ഓക്കെ, അപ്പം എന്താണ് ആദ്യത്തെ ഒരു സാധനം, അതായത് നമ്മുടെ വീടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനം ആദ്യം കാണുന്നതിന്റെ ഫീലിങ്സ്, ആദ്യം നമ്മൾ വളരെ ഡിസ്റ്റന്റ് ആയിട്ട് ഓ ശരി എന്നൊക്കെ പറഞ്ഞു നിൽക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് ആ ഫീലിങ്സ് എല്ലാം ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ വി സ്റ്റാർട്ട് എക്സ്പ്രസിങ് ഇറ്റ്. അത് തന്നെയാണ് ഈ പോയമിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് ഇമോഷണൽ, ഇറ്റ് സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് പേഴ്സണൽ ഫ്രം ദ 5th ലൈൻ ഓൺവേർഡ്സ്. Okay, so he loved neatness. He says neat എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കശ്മീർ ഇസ് സച്ച് എ പെർഫെക്റ്റ് പിക്ചറസ് സീനറി അല്ലെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. നമ്മുടെ മറ്റേ റോജയിലെ പാട്ടൊക്കെ ഒന്ന് ഓർത്ത് നോക്കി, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ എന്താ കണ്ടാൽ തന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു വളരെ വലിയൊരു ആർട്ടിസ്റ്റിന്റെ പെയിന്റിങ്സ് കാണുന്ന പോലെ ഇരിക്കും. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് കശ്മീരിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. ഓക്കെ, പക്ഷേ അത് ആ പിക്ചർ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ റിയാലിറ്റി. Okay, ആ നീറ്റ്നെസ് എന്താണ്? അതൊരു ഐഡിയലൈസ്ഡ് പിക്ചർ ആണ്. there is a difference between the ideal versus the real. Okay, there is a difference. Okay, so ideal picture ആണ് കശ്മീരുടെ ആ പോസ്റ്റ് കാർഡിൽ കാണുന്നത്. but the author, the poet, he realizes that that is not the real picture. അതുകൊണ്ടാണ് നീറ്റ്നെസ് എന്ന വേർഡ് അവിടെ ഉള്ളത്. ദർ ഇസ് എ വെരി ട്രോമാറ്റിക് ഹിസ്റ്ററി കശ്മീരിന് അല്ലേ, ആൻഡ് ഈ പിക്ചറിൽ കാണുന്നതിൽ നിന്ന് വളരെ ഫാർ റിമൂവ്ഡ് ആണ് ദ റിയാലിറ്റി ഓഫ് കശ്മീർ ആസ് എ പ്ലേസ്. That is what he's hinting at, okay, in those lines.
Then he goes on to talk about Jhelum that I already discussed. Sorry, a home de karyam paranju. Home inde karyam nammal paranju that this is the closest that he will ever be to home. Okay, why? Because he cannot return. And അത് വളരെ ഇമോഷണൽ ആണ് പറയുന്നത് അല്ലേ, ദിസ് ഇസ് ഹോം എന്ന ആ വളരെ സ്മോൾ സെന്റൻസിൽ നമുക്ക് ഫീൽ ചെയ്യും ഇതാണ് എൻ്റെ നാട്. ഓക്കെ, ആൻഡ് ഇതിന്റെ ആ സ്ഥലത്തോട്ട് എനിക്ക് ഇനി പോകാൻ സാധിക്കില്ല. ഈ ഒരു പോസ്റ്റ് കാർഡാണ്, ഇറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് that I can be to home. Okay, എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ സാധിക്കില്ല, പക്ഷേ ഈ പിക്ചർ കൊണ്ട് സമാധാനിച്ചോണം എന്ന് പറയുന്ന പോലെയാണ് അവിടെ ഉള്ളത്. So it's showing us how emotional he is about this issue. Okay, and he says that even when I return, ഞാൻ തിരിച്ചു പോയാലും our colors won't be so brilliant. It will not be the Kashmir in my memory. It will not be the Kashmir that you see in this picture. It will be completely different because എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം, അവിടുത്തെ റിയൽ issues കാരണം, the colors will be gone, the Jhelum will be, bloodshed കാരണം Jhelum won't be so clean, so ultramarine. All right, and his love for this place, his Kashmir is now like an overexposed picture. Okay, it's like an very എന്താണ് വളരെ ക്ലിയർ അല്ലാത്ത വേഗ് ആയിട്ടുള്ള ഒരു പിക്ചറായി മാറുവാണ്. ഹിസ് മെമ്മറീസ് ഓഫ് ദാറ്റ് പ്ലേസ് ഇസ് ബിക്കമിങ് വെരി വേഗ്, വെരി blurred. And he talks, last line adana parayunnathu, about his memories of that place, about how he remembers that place. It is sort of like, out of focus. He does not remember much. It has been very, very long since he's gone home. Okay, and he also says that, Kashmir, ayalde ormayillulla oru ideal versus real, adana veendum ivide varuna theme. Okay, the ideal Kashmir that he has in his memory and the ideal Kashmir that is there in the picture, അതൊന്നുമല്ല ഇപ്പോഴത്തെ റിയാലിറ്റി. ഇപ്പോഴത്തെ റിയൽ കശ്മീർ എന്താണ്? ആ നെഗറ്റീവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഒരു സാധനമാണ്. ആ നെഗറ്റീവിലൂടെ നമ്മൾ കാണുന്ന വളരെ എന്താണ്, നെഗറ്റീവിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആ ഒരു സ്ക്വയർ ഇമേജ് ഉണ്ട്, ഇത്രയും മാത്രം നിങ്ങൾ കണ്ടാൽ മതി. വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കശ്മീർ ഇരിക്കുന്നത്. നമ്മളിപ്പോ ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഇസ് നോട്ട് ഓൾ ഓഫ് what is there. കശ്മീരിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മൊത്തത്തിൽ അറിയുന്നില്ല. ഇറ്റ് ഇസ് വെരി വെരി കൺട്രോൾഡ്. ദ മീഡിയ ഇസ് കൺട്രോൾഡ്, ദ പ്രസ് ഇസ് കൺട്രോൾഡ്. ഓക്കെ, അവിടെ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് വൈ you constantly see that the people are against the government. Why? Because they are unhappy. They are not being able to live their lives. All right, so that idea of Kashmir, നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉള്ള കശ്മീരിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാലും it is believed that നമുക്ക് അതിന്റെ only half of it, that is all that we know. Okay, we don't know the entire thing as yet, is the thing that is there. All right, and that is why he says that the memory of Kashmir, the pictures of Kashmir, all that is ideal. Okay, but the real is far far removed from it. Okay, അത് എന്താ, ഒരു ഫോട്ടോയും ഒരു നെഗറ്റീവും കാണുന്നതിന്റെ വ്യത്യാസം എന്താണ്? വളരെ വലിയ വ്യത്യാസമാണ് അല്ലെ? ആ നെഗറ്റീവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വളരെ ഡൾ ആയിട്ടുള്ള ഒരു സാധനം, ഫോട്ടോ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സാധനം. അതുപോലെ തന്നെയാണ് കശ്മീർ. ഓക്കെ, കശ്മീരിന്റെ ഐഡിയൽ ആണ് നമ്മൾ കാണുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ള ഫോട്ടോ, പക്ഷെ അതിന്റെ റിയൽ എന്താണ്? ആ നെഗറ്റീവ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് beautiful anymore. It is under control. Okay, it is all things that Kashmir shouldn't be, and that is what pains the poet. It is hurting him to know that his homeland has turned into such a place. Okay, and that feeling of being sad, extremely sad about having lost his homeland, of never being able to return, is what pains him so much that he has put it down into these words. And we can see it in these words that he is emotional about Kashmir, but at the same time he is blending the beautiful imagery of Kashmir with the actual reality of Kashmir in this poem. All right, and that is all that we need to think, is that we need to understand about this particular poem. Okay, so I hope this was clear. I will send you some additional material to watch if I find it, but other than that, I hope that this class was clear and that I came across, I could put my point across to you. So thank you. Now what I want you to do is, at the end of this class, please quickly take out a notebook and start writing the summary of this particular poem. Okay, each of you can write it however you feel.
Okay, ഒരു poem എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന meanings മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും, you are all free to find meanings in it, and I would be very happy to listen to your views. Okay, what do you think about this particular poem? So I hope that you will share your views with me in our next live session, and I hope that you enjoyed reading this poem as much as I did. Thank you.